ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സൺഡേ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ ഇത് യൂണിവേഴ്സ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്റ്റിലെ കാർഡായ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രൗണ്ടിങ്ങും റൂട്ടിങ്ങും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സാമ്പത്തികമായ ഒരു ഉന്നതി നേടാൻ പാസ്റ്റിൽ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. പ്രസൻറ്റിലെ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എന്ന മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ ഇത് ധാരണ, അവബോധം, സർഗാത്മകത ഇവയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായ ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പുറത്തു നിന്നുള്ള അറിവിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് ഉള്ളിലെ ശബ്ദത്തിനായി ചെവി കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് വെളിപ്പെടുത്താൻ കഴിയാത്ത രഹസ്യങ്ങളെയും കൂടി സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. അടുത്തതായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് ദ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ഉള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ധനപരമായി ഇത് നല്ലൊരു വാരമായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇക്കണോമിക്കലി സെറ്റിലായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. സ്നേഹത്തോടെയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ആവശ്യത്തിന് കുടുംബത്തിൽ ചെലവഴിക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ട്. ഒരു മാതാവിനെ പോലെ നിങ്ങൾ കുടുംബത്തിന് വേണ്ട അത് നൽകുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്ന സൂചന. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫാമിലിയുമായിട്ട് നോക്കുമ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധയോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോകാനുള്ള ഒരു സൂചനയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സമാനത്തോടെയും സന്തോഷത്തോടെയും ശാന്തമായും സുസ്ഥിരതയോടെയും പെരുമാറണം. സമാധാനം നിലനിർത്താനും ഈ വാരം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. ഗൈഡൻസായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഹാങ്ഡ് മാൻ എന്ന കാർഡാണ്. അപ്പോൾ ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ജീവിതത്തെ നോക്കിക്കാണുന്ന കോണിൽ നിന്ന്, നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്ന് മാറി വേറൊരു വീക്ഷണത്തിലൂടെ കാണുക എന്നുള്ളതാണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നാണ് ഗൈഡൻസിലൂടെ ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. റീതിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഫ്യൂച്ചറിൽ കാണുന്ന 6 ഓഫ് പെൻറ്റക്കിൾസ് എന്നാണ്. നൽകുക, വാങ്ങുക എന്നുള്ളതാണ്. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നിങ്ങളിപ്പോൾ ഈ ആഴ്ച സ്വീകരിക്കേണ്ടത്. അതായത് ഇതൊരു കാർമിക് ബാലൻസിൻ്റെ കാർഡാണ്. കുടുംബ ബന്ധം, നിങ്ങളുടെ ബോണ്ടിങ്, ഹാർഡ് വർക്ക് കൊണ്ട് മെച്ചപ്പെടാം. സാമ്പത്തിക ഉന്നതി ഉണ്ടാകാം. കാര്യങ്ങളിൽ പുനർവിചിന്തനം ആവശ്യമാണ്. ഊർജ്ജസ്വലമായ സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ഈ വാരം ലഭിക്കും. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി.